വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് വ്ളോഗോടെ എൻ്റെ ഒരു വ്ളോഗ് ഇത്ര ലേറ്റ് ആയി. ഒന്ന് നാട്ടിൽ പോയി. ഇപ്പം നമ്മള് ബാക്ക് ടു യു എക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസ് നാട്ടിൽ നിന്ന് എടുത്തതുണ്ട്. നാട്ടിൽ ഒരുപാട് വ്ളോഗ് ഉണ്ട്. പക്ഷേ അത് എന്താ പറയാ, നമ്മൾ ആ ഒരു മാസത്തിനാ പോയത്. ഒരു 20 ദിവസം നമുക്ക് ഓരോ പരിപാടി, പ്രത്യേകിച്ച് നമ്മളെ വീട്ടില് നമുക്ക് വെഡിങ്, 20 ദിവസം ഒരു 4 ദിവസം ടൂർ, വേറെ 4 ദിവസം ടൂറ്, പിന്നെ നമ്മളെ വീട്ടിലെ കല്യാണം എന്ന് പറഞ്ഞാൽ എന്തേകാരം ഫുള്ള് തിരക്കേകാരം. ഇവിടെ വെച്ചോർത്താണ് ഫുള്ള് തിരക്കേകാരം. ഓരോ ദിവസം വീട്ടിലും പരിപാടി, അങ്ങോട്ട് പോകും. അപ്പൊ സത്യം പറഞ്ഞാല് വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും തീരെ ടൈം എടുക്കില്ല. അപ്പൊ നമ്മള് ജസ്റ്റ് ഇന്നലെ ബാക്ക് ടു ദുബായ് നമ്മൾ എത്തി. ഇന്ന് മുതല് അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിട്ട് യു എക്ക് എത്തി. അപ്പൊ നമ്മള് യു എ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആകണമെങ്കിൽ ആക്റ്റീവ് ആകണം, അല്ലെങ്കിൽ പിന്നെ ആ പണിക്ക് അല്ല. എല്ലാ വീഡിയോസും ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഒക്കെ വരും, എല്ലാതും വരും. പക്ഷെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിക്കണെന്ന് അറിയാൻ വേണ്ടിട്ട് ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഒരുപാട് വീഡിയോസ് വരുന്നതാണ് ഓരോന്നോരോ. ഈ വീഡിയോ വന്നതിന് ശേഷം അപ്പൊ നമ്മള് തിരിച്ച് യു എക്ക് എത്തിക്കണെന്നുള്ളൊരു അപ്ഡേറ്റ് ഇടാൻ വേണ്ടിട്ട് എടുക്കുന്ന വ്ളോഗാണിത്. അപ്പൊ ഈ വീഡിയോ വന്നതിന് ശേഷം ഇനി ഒരുപാട് നാട്ടിലത്തെ വീഡിയോസ് ഇങ്ങനെ ടപ്പേ വരും. ഓക്കെ, വരും. നാട്ടില് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഗൈസ്. കാരണം വീട്ടിലെ കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഓരോ പരിപാടികളും കാര്യങ്ങളും. നമ്മള് വരുന്ന തലേന്ന് വരെ വരുന്നും പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ യു എയില് നാട്ടിലത്തെ നല്ല കാലാവസ്ഥയിൽ ഇവിടെ എത്തിയപ്പോ പെരും ചൂട്. അപ്പൊ അങ്ങനെയൊക്കെ വിശേഷം. പിന്നെന്താ, നമ്മൾ ജസ്റ്റ് ഒന്ന് സാധനം വാങ്ങാൻ പുറത്തിറങ്ങിയതാണ്. അപ്പൊ അങ്ങനെ തന്നെയല്ലേ വന്നാലേ. അപ്പൊ നമുക്ക് അപ്ഡേറ്റ് അറിയിക്കാം. അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞു വ്ളോഗ് നമ്മള് ബാക്ക് ടു യു എ എന്ന് അറിയാൻ വേണ്ടിട്ട് ചെറിയൊരു വ്ളോഗ്. ഹായ്, നമ്മ നാട്ടിൽ പോയിട്ട് എന്തൊക്കെ പറയും, വിശേഷങ്ങൾ പറയാം. പറയും. എന്നിട്ട് ആരൊക്കെ? പിന്നെ അക്കുനെ. പിന്നെ ആരൊക്കെ ഫ്രണ്ട്സ് ഉള്ളത്? പിന്നെ ശരിക്കുണ്ടല്ലോ. എങ്ങട്ട്? അതേത് സ്ഥലം? ഓക്കെ. നാട്ടില് പോയിട്ട് നമുക്ക് എന്താ ഇഷ്ടപ്പെട്ടത് പറയും. നാട്ടിൽ ആരൊക്കെ ഫ്രണ്ട്സ്? നമുക്ക് നാടാണോ ഇഷ്ടം, ഇവിടെയാണോ ഇഷ്ടം? നാട്ടിൽ കൊറേ ഫ്രണ്ട്സ് ഇല്ലേ അമ്മൂനെ? നാട്ടില് കൊറേ ഫ്രണ്ട്സ് ഇല്ലേ? പിന്നെ യോറോന്ന് പുഷ് ചെയ്യണം. യോറോന്റെ സമ്മർ ഓഫർ ഒക്കെ ഇടാണ്ട്. യോറോന്റെ വീഡിയോസ് ഒക്കെ ഇനി വരാനുണ്ട്. അപ്പൊ നമ്മള് ബാക്ക് ടു യോറോ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ. നോർമലാണ് ഇനിയാണ് വർക്കുകൾ. അതല്ല, അപ്പൊ യോറോക്ക് വെക്കേഷൻ ഞാൻ തടിച്ചിക്കണില്ലേ ഗൈസ്? നോക്കൂ, ഞാൻ തടിച്ചിക്കണ. ഇവിടെ വേറെ എല്ലാവരും തടിച്ചിക്കണം. കാരണം അടിപൊളി ഫുഡ് ആയിരുന്നു. കാരണം എന്നും വിരുന്നും പരിപാടിയും കല്യാണമൊക്കെ ആയിട്ട് ഫുഡ് കഴിച്ച് മടുത്തല്ലേ. അതുകൊണ്ട് ഫുഡില്ല, ഒരു മാസത്തേക്ക് ഫുഡ് വീഡിയോകൾ വരുന്നില്ല. കാരണം ഡയറ്റ് എടുത്ത് കിലോ കുറക്കട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ് വിശേഷം. അപ്പൊ നമ്മൾ ചെറിയൊരു പർച്ചേസിന് ഇറങ്ങിയതാ. ഇനിയിപ്പോ ബാക്ക് ടു യോറോ നമുക്ക് യോറോ വീഡിയോ എടുക്കാൻ പോണ്ടേ? യോറോന്റെ ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. യോറോന്റെ സമ്മർ ഓഫർ വരാനുണ്ട്. അപ്പൊ എല്ലാരും ഓർഡർ ചെയ്യാം. പിന്നെ സമ്മർ കോംബോ ഉണ്ടാവും. എന്താണ് സമ്മർ ഓഫറാ? എന്താണ് സമ്മർ കോംബോ വരാൻ പോകുന്നുണ്ട് യോറോന്റെ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാരും സ്റ്റേ ട്യൂൺഡ് ആവാം. അപ്പൊ ഇനി കൂടുതലും വീഡിയോസ് വരുന്നതാണ്, വ്ളോഗ്സ് വരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിക്കണം. അപ്പൊ നമുക്ക് കാണാം. പരിവാരം എന്തൊക്കെ വിശേഷം? പിന്നെന്താ, നാട്ടിലത്തെ വിശേഷങ്ങൾ. ഞങ്ങക്ക് ജലദോഷം പിടിച്ചിരിക്കുന്നു രണ്ടാൾക്ക്. പിന്നെ അതല്ല, നാട്ടിലത്തെ വിശേഷം എന്തൊക്കെയാ പറയും?
മഴ സാധാരണ കുറവാണ്, ഭയങ്കര മഴയൊന്നുമില്ല, പക്ഷെ ചെറിയൊരു മഴ ഉണ്ട്. പിന്നെ നമ്മള് ട്രിപ്പ് പോയി അതിന്റെ വ്ളോഗൊക്കെ ഇട്ടോ ഗൈസ്. ട്രിപ്പ് പോയ ഒന്ന് വയനാട്ടിലേക്ക് ഒന്ന് കക്കാടം പോയേക്ക് പോയ 2 ടൂറിന്റെ വീഡിയോസ് വരാണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. കക്കാടം പോയേക്കും വയനാട്ടിൽ പോയ വ്ളോഗൊക്കെ വരാണ്ട് ഗൈസ്, ഒരുപാട് വ്ളോഗ് വരാണ്ട്. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ വ്ളോഗ്. പിന്നെ എന്തൊക്കെയാ വിശേഷം? ബാക്ക് ടു UAE എന്ന് പറഞ്ഞ വ്ളോഗ്, ബാക്ക് ടു വ്ളോഗ്, ബാക്ക് ടു വ്ളോഗിങ് എന്ന് പറയുന്ന ഒരു വ്ളോഗ്, ബാക്ക് ടു വ്ളോഗ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാ നാട്ടിലത്തെ വിശേഷം? എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണമൊക്കെ അടിച്ചു പൊളിച്ചോ? പറയും. അല്ല, ചോദിച്ചിട്ട് ബാക്കി ഞാൻ പറയാം. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് കല്യാണം? എങ്ങനെയുണ്ട്? അടിപൊളി കല്യാണം, തിരക്കിന്നാ ഫുള്ള്. പിന്നെ 2 ദിവസം കല്യാണം, പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം അടിച്ചു പൊളിച്ചു. അല്ല, നമ്മ എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? ഓള് കല്യാണം ചുരിദാറോ സൂപ്പറാ. ഓളൊന്നും കാര്യമൊന്നും പറയണ്ട. ഓള് കല്യാണത്തിന് ഫുള്ള് ക്രാങ്കി, എന്താ പറയാ ഒരു അങ്ങനത്തെ ഒരു മൂഡ് കയറില്ലേ, ക്രാങ്കി മൂഡ്. എന്താണ് ഫുള്ള് ഒരു ഇങ്ങനെ ഒരു എന്താ പറയാ, ഒന്നാമത് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു സുഖമില്ലാതെ ഇങ്ങനെ എന്താണ് ക്രാങ്കി അല്ലേ? അങ്ങനെ കല്യാണം അടിച്ചു പൊളിച്ചു. പിന്നെ നമ്മളെ വീട്ടിലേക്ക് 2 മെമ്പേഴ്സ്. ഇത് നമ്മളെ യൂഷ്വലി നമ്മള് പോണ സ്ഥലം, നമ്മളെ സഫാരി മാൾ. ഭയങ്കര എപ്പോഴാ സമയത്ത്? ഇപ്പൊ 4:45 ഇങ്ങനെ ചൂടോ? 4:45 അല്ലേ? ഇത് എത്രയാണ് ഗൈസ്? ഇത് നമ്മളെ യൂഷ്വൽ സ്ഥലം 3:15 ഗൈസ്. പക്ഷെ ഭയങ്കര വെയില് ചൂടാണ്. ഇത് നമ്മളെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാം എങ്ങടാ പോണത് എന്ന്. എന്റെ ഫാമിലിത്തെ റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കും, എന്റെ കസിൻസ് ഒക്കെ ചോദിക്കും, നിങ്ങൾക്ക് ഈ മഞ്ഞ അവിൽ മിൽക്ക് മാത്രം, മഞ്ഞ അവിൽ മിൽക്കിന്റെ ഷോപ്പ് മാത്രം. അപ്പൊ ഗൈസ്, നമ്മളെ വ്ളോഗ് സ്ഥിരം കാണുന്നവർക്ക് അറിയാം, നമ്മളെ റെഗുലർ ഷോപ്പാണ് ഈ യെല്ലോ അവിൽ മിൽക്ക് കട. അപ്പൊ നമ്മൾ ഇന്നലെ എത്തി. അപ്പൊ ഇന്ന് നമ്മൾ പുറത്തിറങ്ങി ഫസ്റ്റ് കഴിക്കാൻ പോകുന്നത് അവിടുത്തെ അവിൽ മിൽക്ക് ഗൈസ്. അപ്പൊ നമ്മളെ യൂഷ്വൽ അവിൽ മിൽക്ക് കഴിച്ചു. നമുക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ട്, അപ്പൊ അതിനൊക്കെ പോവാണ്. നമ്മളൊക്കെ എന്താ പറയാ, വെയിലുണ്ട്, ചൂടല്ലേ? ഞാനൊന്ന് പുറത്തൊക്കെ ഒന്ന് വേസ്റ്റ് ഇടാൻ ഇറങ്ങി. ഭയങ്കര ചൂട്. അപ്പൊ നമ്മള് 50+ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, 50 ഡിഗ്രി പ്ലസ് ഒക്കെ പോയി. അപ്പൊ നമ്മൾ എങ്ങോട്ടൊന്നുമില്ല, ഇങ്ങനെ വണ്ടി ഇന്നലെ സ്റ്റാർട്ട് ആയിട്ടില്ലായിരുന്നു. 1 മാസം നിർത്തിയിട്ട് വണ്ടി ബാറ്ററി ഡൗൺ ആയി. വണ്ടി സ്റ്റാർട്ട് ആയിരുന്നു, കറങ്ങാറില്ല. ഹായ്, നാട്ടിലല്ല അടിപൊളി. ഭയങ്കര മഴയൊന്നുമില്ല, എന്നാലും കുറച്ച് മഴയൊക്കെ ഉണ്ട്. എന്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് നാട്ടില് പറഞ്ഞ. അപ്പൊ നമ്മളങ്ങനെ കുറച്ച് യോറിന്റെ വീഡിയോ എടുക്കാണ്ട്, കുറച്ച് ഷൂട്ട് ഉണ്ട്, അങ്ങനെയൊക്കെ ഇറങ്ങിയതാണ്. നമുക്ക് നോക്കാം എങ്ങടാ പോണ്. ഓക്കെ ഗൈസ്, ബൈ. എന്താ പറയാനുള്ളത് പറയ്. ദുബായ്ക്കാ? അപ്പൊ ഇതെവിടെയാണ്? ഷാർജ. ദുബായ്ക്ക് എന്തിനാ പോണേ? നമ്മള് ഷാർജയില് ദുബായില് ഹസബ നാട്ടിന്ന് വന്നിട്ടില്ല. ഹസബിന്റെ വീടുണ്ട് ദുബായില്. ഓക്കെ. ശരി, എന്നാല് നമുക്ക് നോക്കാം എങ്ങടാ പോണത്. ചെറിയ ഷോപ്പിംഗ് എന്താ പറയാ? എന്താ പറയുന്നേ? പുരോഗമിക്കുന്നു. എന്താ പറയാ? അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങാണ്, നോക്കാം. ഓളെ 2 ഫേവറേറ്റ് സാധനങ്ങളല്ലേ? എന്താ കളർ മാറിയാ? അത് കാണിച്ചു.
സോ ഗൈസ് യോറോന്റെ ഷൂട്ടിങ്ങിന് വന്നതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ പോയി വാങ്ങി അവലിമിൽക്കൊക്കെ കഴിച്ച് വന്ന് പിന്നെ യോറോന്റെ ഷൂട്ടിങ്ങിന് ഇറങ്ങിയതാ ഗൈസ്. ഇങ്ങോട്ട് നോക്കൂ, ഫുൾ എർത്ത് മുങ്ങി. അപ്പോൾ നമ്മൾ സമ്മർ ഓഫർ ലൈവാണ്, വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക. അടിപൊളി ഓഫറാണ്, നമ്മൾ ഇതുവരെ കൊടുക്കാത്ത ഓഫറാണ് കേട്ടോ ഈ 3 കോംബോ ഓഫർ. സമ്മർ അല്ലേ, ആൾക്കാർ പെർഫ്യൂം സമ്മർ ആയതുകൊണ്ട് അടിപൊളി ഓഫർ കൊടുത്തതാണ്. ഷൂട്ടിങ്ങിന് വന്നോണ്ട് ആകെ വേർത്ത് കുളിച്ചു, കുറച്ച് ഷൂട്ട് എടുത്തു, കാര്യങ്ങൾ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലേ. അപ്പോൾ നാട്ടിൽ ഒരുപാട് വ്ളോഗ് വരാണ്ട് ഗൈസ്. അപ്പോൾ ഇത് നമ്മളൊരു ചെറിയ റിമൈൻഡർ വ്ളോഗാണ്. നമ്മൾ വെക്കേഷനിലായിരുന്നു, അതുകൊണ്ടാണ് വ്ളോഗ് ലേറ്റ് ആയത്. അപ്പോൾ വി ആർ ബാക്ക് അറ്റ് വ്ളോഗിംഗ് എന്ന് പറയാനുള്ളൊരു വ്ളോഗ്. ഓക്കെ, സോ നമുക്ക് കാണാം കുറച്ച് ഷൂട്ടിങ് കാര്യങ്ങൾ. അതേപോലെ ഇനി എന്നും യോറോക്ക് എന്നും അപ്ഡേറ്റ്സ് വരും, ഒരുപാട് ഓഫേഴ്സ് വരുന്നതാണ്. യോറോൻ്റെ പേജ് എന്നും സ്ഥിരം ചെക്കൗട്ട് ചെയ്യാം. നമ്മൾ യോറോ കപ്പിൾ പേജ് സ്ഥിരം ചെക്കൗട്ട് ചെയ്യുക. പുതിയ പുതിയ ന്യൂ കോമഡി വീഡിയോസ്, കാര്യങ്ങൾ, വ്ളോഗ്സ് എല്ലതും വരുന്നതാണ്. അപ്പോൾ നമ്മളെ 2 പേജും എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. പിന്നെ നമ്മൾ അപ്പോൾ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. അടുത്ത വ്ളോഗ് കാണാം.